ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷയുടെ ഗെയിം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മളെ ജഡ്ജസിൻ്റെ അഗ്നിപരീക്ഷയിൽ ആദ്യത്തെ ഒന്നാമത്തെ അഗ്നിപരീക്ഷയിൽ നിന്ന് 20 പേരെ തിരഞ്ഞെടുത്തു. അതിൽ 20 പേരെയും നമ്മളെ 3 ജഡ്ജസിൻ്റെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. റിയാസിൻ്റെ ടീമിൽ 7 പേര്, രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ 7 പേര്, അതുപോലെ തന്നെ അഖിൽ മാരാറിൻ്റെ ടീമിൽ 6 പേര് കേട്ടോ. അതായത് 7, 14, 20 പേര്. അപ്പോൾ അങ്ങനെ ഇതാ ആദ്യം റിയാസിൻ്റെ ടീമിലുള്ള ഗെയിം കഴിഞ്ഞ ശേഷം അതിലൊരാൾക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിലാണ് കേട്ടോ. അതിൽ ഗെയിം പറഞ്ഞിരിക്കുന്നത് റിങ്, അതായത് ഇവർ 4 പേരുടെ പേര് പറയും. രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ അഖിൽ മാരാർ, റിയാസ്, റിനിഷ, ഇവർ 4 പേരുടെയും പേര് പറയുന്നതിനനുസരിച്ച് ആ റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി ആ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അവർ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ആക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ആർക്കാണോ കിട്ടിയത് അവർക്ക് അതിലൊരാൾക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽ മാരാറിൻ്റെ മത്സരാർത്ഥികൾക്ക് ഗെയിം എന്താണെന്ന് വെച്ചാൽ ബസർ ടു ബസറാണ് കേട്ടോ. അതായത് ഒരു മേശയുടെ മുകളിൽ കപ്പുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോ ചെറിയ ചെറിയ ബോളുകൾ ആ മേശയിൽ തട്ടിയിട്ട് ഓരോ ഗ്ലാസ്സിലേക്കും വീഴുക എന്നതാണ് കേട്ടോ. ആരാണോ ആ ഗ്ലാസ്സുകൾ ഫുള്ളാക്കി ബോളുകൾ ഇടുന്നത് അവരാണ് ഇതിൽ വിജയിട്ടോ. അപ്പോൾ അതിലും ഒരാളെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 മത്സരാർത്ഥികൾക്കാണ് ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കി 20 പേര്, അതായത് 20 പേര്, 40 പേരാണ് ലാഗ് വന്നിരിക്കുന്നത്. ആ 20 പേരിൽ ഗെയിമിലേക്ക് വന്നു. ബാക്കി 20 പേർ പുറത്തെ ഹൗസിൽ ഇരിക്കുകയാണ്. അവർക്കുള്ള പണി എന്താകുമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.